പോളണ്ടിലെ വിശുദ്ധ ഫൗസ്റ്റീനായ്ക്ക് യേശു പ്രത്യക്ഷപ്പെട്ടതും അവിടത്തേക്ക് തൻ്റെ വാത്സല്യമക്കളായ നമ്മോട് പറയാനുള്ളതും നാം എത്രയും അടിയന്തരമായി നിറവേറ്റാനുള്ളതുമായ മഹത്തായ സ്വർഗീയ സന്ദേശങ്ങളുമാണ് വിശുദ്ധ ഫൗസ്റ്റീനായുടെ ഡയറിക്കുറിപ്പുകൾ. ഈശോ വിശുദ്ധ ഫൗസ്റ്റീനായോട് പറഞ്ഞു, ലോകം മുഴുവനും എൻ്റെ കരുണയെപ്പറ്റി അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ കരുണയിൽ ആശ്രയിക്കുന്നവർക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അനുഗ്രഹങ്ങൾ ഞാൻ വർഷിച്ചു കൊടുക്കും. ഞാൻ കരുണയും സ്നേഹവുമാണെന്ന് സമസ്ത ലോകവും അറിയട്ടെ. എൻ്റെ അടുക്കൽ വരുവാൻ പാപികൾ ഒരിക്കലും ഭയപ്പെടരുത്. ദൈവകാരുണ്യത്തെപ്പറ്റിയുള്ള സ്തുതിപ്പുകൾ. ദൈവത്തിൻ്റെ സ്നേഹം ഒരു പുഷ്പമാകുന്നു, കാരുണ്യം അതിൻ്റെ ഫലവും. സംശയിക്കുന്ന ആത്മാക്കൾ ദൈവത്തിൻ്റെ കാരുണ്യത്തെപ്പറ്റിയുള്ള ഈ കീർത്തനങ്ങൾ വായിച്ച് വിശ്വസിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ മടിയിൽ നിന്നും നിർഗമിക്കുന്ന ദൈവത്തിൻ്റെ കാരുണ്യമേ, അങ്ങയിൽ ഞാൻ ശരണപ്പെടുന്നു. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ വിശേഷണമായ ദൈവത്തിൻ്റെ കാരുണ്യമേ, അങ്ങയിൽ ഞാൻ ശരണപ്പെടുന്നു. ഗ്രഹിക്കുവാനാകാത്ത മഹാരഹസ്യമായ ദൈവത്തിൻ്റെ കാരുണ്യമേ, അങ്ങയിൽ ഞാൻ ശരണപ്പെടുന്നു. വിശുദ്ധ തൃത്വത്തിൻ്റെ രഹസ്യത്തിൽ നിന്നും പുറപ്പെടുന്ന ദൈവത്തിൻ്റെ കാരുണ്യമേ, അങ്ങയിൽ ഞാൻ ശരണപ്പെടുന്നു. മാനുഷികമോ അമാനുഷികമോ ആയ ബുദ്ധിക്ക് അഗ്രാഹ്യമായ ദൈവത്തിൻ്റെ കാരുണ്യമേ, അങ്ങയിൽ ഞാൻ ശരണപ്പെടുന്നു. എല്ലാ ജീവനും ആനന്ദവും പുറപ്പെടുന്ന ഉറവിടമായ ദൈവത്തിൻ്റെ കാരുണ്യമേ, അങ്ങയിൽ ഞാൻ ശരണപ്പെടുന്നു. സ്വർഗത്തേക്കാൾ മഹത്തായ ദൈവത്തിൻ്റെ കാരുണ്യമേ, അങ്ങയിൽ ഞാൻ ശരണപ്പെടുന്നു. അത്ഭുതങ്ങളുടെ ഉറവിടമായ ദൈവത്തിൻ്റെ കാരുണ്യമേ, അങ്ങയിൽ ഞാൻ ശരണപ്പെടുന്നു. പ്രപഞ്ചത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്ന ദൈവത്തിൻ്റെ കാരുണ്യമേ, അങ്ങയിൽ ഞാൻ ശരണപ്പെടുന്നു. വചനം മാംസമായി നമ്മോടുകൂടെ വസിച്ച ദൈവത്തിൻ്റെ കാരുണ്യമേ, അങ്ങയിൽ ഞാൻ ശരണപ്പെടുന്നു. കുന്തത്താൽ കുത്തിത്തുറക്കപ്പെട്ട യേശുവിൻ്റെ ഹൃദയത്തിൽ നിന്നും നിർഗമിച്ച ദൈവത്തിൻ്റെ കാരുണ്യമേ, അങ്ങയിൽ ഞാൻ ശരണപ്പെടുന്നു. വിശുദ്ധ കുർബാന സ്ഥാപനത്തിൽ അടങ്ങിയിരിക്കുന്ന ദൈവത്തിൻ്റെ കാരുണ്യമേ, അങ്ങയിൽ ഞാൻ ശരണപ്പെടുന്നു. പരിശുദ്ധ സഭാസ്ഥാപനത്തിൽ അടങ്ങിയിരിക്കുന്ന ദൈവത്തിൻ്റെ കാരുണ്യമേ, അങ്ങയിൽ ഞാൻ ശരണപ്പെടുന്നു. ജ്ഞാനസ്നാനമെന്ന കൂദാശയിൽ അടങ്ങിയിരിക്കുന്ന ദൈവത്തിൻ്റെ കാരുണ്യമേ, അങ്ങയിൽ ഞാൻ ശരണപ്പെടുന്നു. യേശുവിൽ നമ്മുടെ നീതീകരണമായ ദൈവത്തിൻ്റെ കാരുണ്യമേ, അങ്ങയിൽ ഞാൻ ശരണപ്പെടുന്നു. നമ്മുടെ ജീവിതത്തെ മുഴുവൻ പിന്തുടരുന്ന ദൈവത്തിൻ്റെ കാരുണ്യമേ, അങ്ങയിൽ ഞാൻ ശരണപ്പെടുന്നു. മരണനേരം പ്രത്യേകമായി ഞങ്ങളെ ആശ്ലേഷിക്കുന്ന ദൈവത്തിൻ്റെ കാരുണ്യമേ, അങ്ങയിൽ ഞാൻ ശരണപ്പെടുന്നു. അമർത്യത നൽകി ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ കാരുണ്യമേ, അങ്ങയിൽ ഞാൻ ശരണപ്പെടുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തിലും ഞങ്ങളെ അനുഗമിക്കുന്ന ദൈവത്തിൻ്റെ കാരുണ്യമേ, അങ്ങയിൽ ഞാൻ ശരണപ്പെടുന്നു. നിത്യനരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്ന ദൈവത്തിൻ്റെ കാരുണ്യമേ, അങ്ങയിൽ ഞാൻ ശരണപ്പെടുന്നു. കഠിനപാപികളുടെ മാനസാന്തരത്തിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ കാരുണ്യമേ, അങ്ങയിൽ ഞാൻ ശരണപ്പെടുന്നു. മാലാഖമാർക്ക് അത്ഭുതവും വിശ്വാസികൾക്ക് അഗ്രാഹ്യവുമായ ദൈവത്തിൻ്റെ കാരുണ്യമേ, അങ്ങയിൽ ഞാൻ ശരണപ്പെടുന്നു. ദൈവത്തിൻ്റെ എല്ലാ രഹസ്യങ്ങളിലും വെച്ച് ഏറ്റവും ആഴമേറിയ ദൈവത്തിൻ്റെ കാരുണ്യമേ, അങ്ങയിൽ ഞാൻ ശരണപ്പെടുന്നു. എല്ലാ ക്ലേശങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുന്ന ദൈവത്തിൻ്റെ കാരുണ്യമേ, അങ്ങയിൽ ഞാൻ ശരണപ്പെടുന്നു. ഞങ്ങളുടെ സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ഉറവിടമായ ദൈവത്തിൻ്റെ കാരുണ്യമേ, അങ്ങയിൽ ഞാൻ ശരണപ്പെടുന്നു. ഇല്ലായ്മയിൽ നിന്ന് അസ്തിത്വത്തിലേക്ക് വിളിച്ച ദൈവത്തിൻ്റെ കാരുണ്യമേ, അങ്ങയിൽ ഞാൻ ശരണപ്പെടുന്നു. ദൈവത്തിൻ്റെ എല്ലാ പ്രവൃത്തികളുടെയും മകുടമായ ദൈവത്തിൻ്റെ കാരുണ്യമേ, അങ്ങയിൽ ഞാൻ ശരണപ്പെടുന്നു. ഞങ്ങളെല്ലാവരും എപ്പോഴും ആമഗ്നരായിരിക്കുന്ന ദൈവത്തിൻ്റെ കാരുണ്യമേ, അങ്ങയിൽ ഞാൻ ശരണപ്പെടുന്നു. വേദനിക്കുന്ന ഹൃദയങ്ങൾക്ക് മധുരാശ്വാസമായ ദൈവത്തിൻ്റെ കാരുണ്യമേ, അങ്ങയിൽ ഞാൻ ശരണപ്പെടുന്നു. നിരാശരായ ആത്മാക്കളുടെ ഏകശരണമായ ദൈവത്തിൻ്റെ കാരുണ്യമേ, അങ്ങയിൽ ഞാൻ ശരണപ്പെടുന്നു. ഭയത്തിൻ്റെ മധ്യത്തിൽ പ്രത്യാശ്വാസമായ ദൈവത്തിൻ്റെ കാരുണ്യമേ, അങ്ങയിൽ ഞാൻ ശരണപ്പെടുന്നു. പുണ്യാത്മാക്കളുടെ ആനന്ദവും പാരവശ്യവുമായ ദൈവത്തിൻ്റെ കാരുണ്യമേ, അങ്ങയിൽ ഞാൻ ശരണപ്പെടുന്നു. എല്ലാ പ്രവൃത്തികൾക്കും ഉത്തേജനം നൽകുന്ന ദൈവത്തിൻ്റെ കാരുണ്യമേ, അങ്ങയിൽ ഞാൻ ശരണപ്പെടുന്നു. അനന്തകാരുണ്യത്തിൻ്റെ ഉറവിടമായ നിത്യപിതാവായ ദൈവമേ,
സഹാനുഭൂതിയുടെ അക്ഷയപാത്രമേ, ദയയോടെ ഞങ്ങളെ കടാക്ഷിക്കുകയും നിന്റെ കാരുണ്യം ഞങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ഞങ്ങളുടെ പ്രയാസങ്ങളിൽ നിരാശരും മ്ലാനവതരുമാകാതെയും കാരുണ്യവും സ്നേഹവും തന്നെയായ അങ്ങയുടെ തിരുമനസ്സിന് കൂടുതൽ ആത്മവിശ്വാസത്തോടെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ ശക്തമാക്കണമേ. ഓ അഗ്രാഹ്യവും അനന്തവുമായ ദൈവത്തിൻ്റെ കാരുണ്യമേ, യോഗ്യതയോടെ ആർക്ക് അങ്ങയെ ആരാധിക്കുവാൻ കഴിയും? അങ്ങേയറ്റം നന്മ മാത്രമായ സർവശക്തനായ ദൈവമേ, അങ്ങ് മാത്രമാണ് പാപികളുടെ മധുര പ്രതീക്ഷ. ഭൂമിയും കടലും നക്ഷത്രങ്ങളും അഗ്രാഹ്യമായ ദൈവത്തിൻ്റെ കാരുണ്യത്തോട് ഒത്തുചേർന്ന് അതിമനോഹരമായ ഒരു സംഗീത സ്തുതിപ്പായി തീരുന്നു. നമ്മുടെ കുടുംബത്തെ മുഴുവൻ രക്ഷിക്കുന്നതിന് ഒരു പ്രത്യേക പ്രാർത്ഥനയും കാരുണ്യവാനായ ഈശോ വിശുദ്ധ ഫൗസ്റ്റീനായ്ക്ക് പറഞ്ഞുകൊടുത്തു. എന്നെയും എൻ്റെ കുടുംബത്തെയും ദൈവത്തിൻ്റെ അനന്ത കാരുണ്യത്തിന് സമർപ്പിച്ചുകൊള്ളുന്നു എന്ന പ്രാർത്ഥന കുടുംബത്തിൽ ഒരാളെങ്കിലും ദിവസേന ഒരു പ്രാവശ്യമെങ്കിലും ചൊല്ലിയാൽ കാരുണ്യവാനായ യേശു ആ കുടുംബത്തെ മുഴുവനായും രക്ഷിക്കുന്നതാണെന്ന് ഈശോ വിശുദ്ധ ഫൗസ്റ്റീനായോട് പറഞ്ഞു. നമുക്ക് നമ്മുടെ കുടുംബത്തെയും നമ്മെ തന്നെയും ദൈവത്തിൻ്റെ അനന്ത കാരുണ്യത്തിന് അനുദിനം സമർപ്പിച്ച് ആ കാരുണ്യത്തിൽ ആശ്രയിച്ച് രക്ഷ പ്രാപിക്കാം.